യേശുവിൻ അരികിൽ നീ വാവാ, രക്ഷിതാവിൻ അരികിൽ നീ വാവാ, യേശുവിൻ അരികിൽ നീ വാവാ. പണം കൊടുത്ത് പലതും നേടും മനുഷ്യ, നീ പണം കൊടുത്താൽ ഉലകിലെന്നും വാഴുമോ? ജീവിതമാകും പെരുവഴി, ജീവിതമാകും പെരുവഴി, പുതിയ പുലരി തേടിയോടും യാത്ര. ബഹുമാനരായ പാലച്ചുവട് തളിപ്പറമ്പ് കവലയില് ഞങ്ങളുടെ ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സായങ്കാല പ്രഭാതനങ്ങൾ. മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നൽകുകയാണ്. ഇതിനു മുൻപ് നിരവധി പ്രാവശ്യം ഇതേ സ്ഥലത്ത് തന്നെ ഞങ്ങൾ ഇതിന് സമാനമായിരിക്കുന്ന യോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. പെട്ടെന്ന് ഞാൻ ഓർക്കുകയാണ്, ഒരു വേള ഈ ബിൽഡിംഗ് പണി നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെ വന്ന് വണ്ടി റിവേഴ്സിലിട്ടു. അവിടെ ഒരു ആണി ഉണ്ടായിരുന്നു, ആണി കയറി ടയർ പഞ്ചറായ കാര്യം ഓർക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വളരെ പരിചയമുള്ള സ്ഥലമാണ്, ഞങ്ങളിതിന് ചുറ്റുവട്ടമാണ് പലരും താമസിക്കുന്നത്. എങ്കിലും എന്തുകൊണ്ടാണ് ആവർത്തിച്ച് ഒരേ സന്ദേശം ഒരേ സ്ഥലത്ത് നൽകുന്നത് എന്ന് അറിയേണ്ടത് ആവശ്യമാണ്. കാരണം ആ സന്ദേശത്തിൻ്റെ അത്രമാത്രം പ്രാധാന്യമുള്ളത് കൊണ്ടാണ് അത് നൽകുന്നത്. ഞാനതിനെ വിശദീകരിക്കുവാൻ ബഹുമാനനായിരിക്കുന്ന ആമുഖ സന്ദേശം നൽകുന്ന ബഹുമാനനായിരിക്കുന്ന ദായി സമൂഹ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതാണ്. ആത്മീയ യോഗം എന്ന നിലയിൽ ബഹുമാനനായിരിക്കുന്ന റജി അവറുകൾ ഒരു വാക്ക് പ്രാർത്ഥിച്ച് അനന്തരമായിട്ട് ബഹുമാനനായിരിക്കുന്ന ദായി സമൂഹ ആമുഖം സംസാരിക്കുകയും അതിനുശേഷം ഈ ദേശത്തിന് ആവശ്യമായിരിക്കുന്ന ഒരു സന്ദേശം നൽകി ഈ പരിപാടി അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ആത്മീയ യോഗം എന്ന നിലയിൽ ഏകസത്യ ദൈവത്തോട് ഒരു വാക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ബഹുമാനനായിരിക്കുന്ന റജി അവറുകളെ സാദരം ക്ഷണിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങളവിടുത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ലോകരക്ഷിതാവായ അങ്ങേ ഈ ലോകത്തിന് ഒന്നുകൂടെ പരിചയപ്പെടുത്തുവാൻ, കർത്താവെ സുവിശേഷ സന്ദേശം അറിയിക്കുവാനാണല്ലോ ഞങ്ങളിവിടെ കടന്നു വന്നിരിക്കുന്നത്. നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സർവ്വശിഷ്യരോടും സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ള കർത്താവിൻ്റെ ദൗത്യം കർത്താവെ ഞങ്ങൾ ശിരസാ വഹിച്ച് കർത്താവ് വീണ്ടും കർത്താവെ ഇവിടെ നിന്നുകൊണ്ട് കർത്താവെ അങ്ങേ സുവിശേഷിക്കുവാൻ, അങ്ങേ പറയുവാൻ, അങ്ങേ പ്രസംഗിക്കുവാൻ ഞങ്ങൾക്ക് തന്ന നല്ല അവസരത്തിനായിട്ട് സ്തോത്രം. അനുകൂലമായ സാഹചര്യം ഞങ്ങൾക്ക് തരുന്നു, അതിനായിട്ട് സ്തോത്രം. ഇതിനു മുമ്പും കർത്താവ് അനേക പ്രാവശ്യം കർത്താവിൻ്റെ വചനം ഇവിടെ അറിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ കർത്താവ് അനേക കേൾവിക്കാരെ അവിടുന്ന് ഒരുക്കിയല്ലോ. ഇന്നും കർത്താവ് നിൻ്റെ വചന കേൾവിക്കായി ചിലരെ അവിടുന്ന് ഒരുക്കണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം സംസാരിക്കുവാൻ അങ്ങയുടെ ഭൃത്യന്മാരെ അവിടുന്ന് ബലപ്പെടുത്തണമേ. ദേശത്തിനാവശ്യമായ വചനം കർത്താവ് ഞങ്ങളുടെ ദാസന്മാരുടെ കയ്യിലുണ്ട്, അത് വേണ്ടുവണ്ണം വിളംബരം ചെയ്യുവാൻ കർത്താവ് ഞങ്ങളുടെ ദാസന്മാരെ അവിടുന്ന് ബലപ്പെടുത്തണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അറിയിക്കപ്പെടുന്ന ഈ വചനം കർത്താവെ ഒരിക്കലും അവരുടെ നാശത്തിന് കാരണമല്ല, അവർ നിത്യജീവന് കാരണമായി തീരണം, അവരുടെ രക്ഷയ്ക്ക് കാരണമായി തീരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ശുശ്രൂഷയോട് ആദരിക്കണമേ. യാതൊരു മാന പ്രയാസവും തടസ്സങ്ങളൊന്നും കൂടാതെ ശക്തമായി നിന്റെ വചനം ഘോഷിക്കുവാൻ അവർ ഞങ്ങളെ സഹായിക്കും. അതിനായിട്ട് സ്തോത്രം. സകല മാനവും മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന ഞാൻ നന്ദി പറയുന്നു. ക്രിസ്തു യേശുവിൻ്റെ അതിമഹത്വമുള്ള പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. താങ്ക് യു മൈ ഡിയർ റജി. ഇപ്പോൾ ബഹുമാനനായിരിക്കുന്ന ദായി സാമുവൽ അവറുകൾ മുന്നോട്ട് വന്ന് ഈ യോഗത്തെക്കുറിച്ചുള്ള ഒരു ആമുഖ സന്ദേശം നൽകുവാൻ അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുകയാണ്. ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതന്മാർക്കും സായംകാല വന്ദനങ്ങൾ ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. ചില നാളുകൾക്ക് ശേഷം ഈ സ്ഥലത്ത് സുവിശേഷവുമായി
ലോകരക്ഷിതാവായ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അനുഗ്രഹീതമായിരിക്കുന്ന സുവിശേഷ സന്ദേശം പ്രഘോഷിക്കുവാൻ തക്കവണ്ണം ദൈവകൃപയിലും ദൈവത്തിലും ആശ്രയിച്ച് ഞങ്ങളിവിടെ കടന്നു വന്നിരിക്കുകയാണ്. അനവധി സന്ദർഭങ്ങളിൽ ഇതേ സന്ദേശവുമായി ഞങ്ങൾ ഈ കവലയിൽ നിന്നിട്ടുണ്ട്. ഈ സുവിശേഷം നിങ്ങളും പലവട്ടം കേട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. പിന്നെയും അതേ സന്ദേശവുമായിട്ട് കടന്നു വരുന്നു എന്നുള്ളത് ദൈവം വാസ്തവമായി നിങ്ങളെ ഈ ദേശത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ ഒരു മുഖമുദ്രയായി ഞങ്ങൾ കാണുകയാണ്. ഇങ്ങനെ ഒരു അവസരം കൂടെ ഞങ്ങൾക്ക് ദൈവം ഒരുക്കി തന്നത് ഒരു പദവിയായിട്ട് കണ്ടുകൊണ്ട് ഞങ്ങൾ ഈ സന്ദേശം ഇവിടെ നിവർത്തിപ്പിക്കുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുകയാണ്. ഒരു മതപരമായിരിക്കുന്ന പ്രസംഗമായിട്ടല്ല ഇത് ഞങ്ങളിവിടെ ചെയ്യുന്നത്. കാരണം ഞങ്ങൾ ഒരു മതത്തെയും പ്രതിനിധാനം ചെയ്യുന്നവരല്ല, യാതൊരു മതത്തിന്റെയും വക്താക്കളല്ല എന്ന് പറയുവാൻ പ്രാരംഭത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഞങ്ങൾ പറയുന്നതായിരിക്കുന്ന സന്ദേശത്തിന് ആധാരമായിരിക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തിന്റെ തിരുവെഴുത്ത് എന്നറിയപ്പെടുന്ന, പരക്കെ ബൈബിൾ എന്ന് അറിയപ്പെടുന്ന വിശുദ്ധ വേദപുസ്തകത്തെ ആധികാരിക രേഖയാക്കിക്കൊണ്ടാണ്. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടി ചെയ്ത ദൈവം മനുഷ്യനെ തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു. ഈ കാണുന്ന പ്രപഞ്ചം മനുഷ്യന് പാർപ്പിനു വേണ്ടി നൽകിയതാണ്. ദൈവത്തോടുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ, സമാധാനത്തിൽ മനുഷ്യൻ ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ പ്രപഞ്ചത്തിൽ ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കി കൊടുത്തു എന്ന് വരികിലും ദൈവത്തെ ഭയപ്പെട്ടും ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി, ദൈവത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കേണ്ടിയ ദൈവ സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്യുവാൻ തക്കവണ്ണം മനുഷ്യനെ സാത്താൻ, പിശാച് പ്രേരിപ്പിച്ചതിന്റെ പരിണിത ഫലമായി മനുഷ്യന് ദൈവിക സാന്നിധ്യം കൈമോശം വന്നു. പാപം നിമിത്തം മനുഷ്യൻ ദൈവത്തിൽ നിന്ന് വളരെ അകലെയായിരിക്കുകയാണ്. മനുഷ്യന് സമാധാനത്തിന് നിദാനമായിരുന്നു ദൈവിക സാന്നിധ്യം എന്ന് പറയുന്നത്. ദൈവം പരിശുദ്ധനും ദൈവം നീതിമാനുമായിരിക്കെ ആ ദൈവത്തോട് മനുഷ്യന് ബന്ധപ്പെടുവാൻ തക്കവണ്ണം കഴിയാതെ വണ്ണം അവൻ പാപത്തിൽ നിപതിച്ചു പോയി എന്ന് വേദപുസ്തകത്തിന്റെ ആദ്യ പേജുകളിലെ ചരിത്രം തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അന്ന് തുടങ്ങിയതാണ് മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് എത്തിപ്പെടുവാൻ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി അവൻ കർമ്മ പദ്ധതി, അവന്റെ ബുദ്ധിയിൽ ഉരുത്തിരിയുന്ന ആശയങ്ങൾക്ക് അനുപാതികമായി അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മതങ്ങളൊക്കെ ദൈവത്തിങ്കിലേക്ക് മനുഷ്യനെ എത്തിപ്പെടുത്തുവാൻ അല്ലെങ്കിൽ എത്തിക്കുവാൻ വേണ്ടി ചില കർമ്മങ്ങളിലൂടെ മനുഷ്യനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പാപിയായിരിക്കുന്ന മനുഷ്യന് അവൻ ചെയ്യുന്ന കർമ്മങ്ങളെ കൊണ്ട് ദൈവത്തിങ്കിലേക്ക് അടുത്തു വരുവാനോ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനോ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ദൈവകോപത്തിന് പാത്രീഭൂതരായ മനുഷ്യൻ പാപത്തിന്റെ നിത്യമായിരിക്കുന്ന ശിക്ഷയ്ക്ക് വിധേയപ്പെട്ടിരിക്കുകയാണ്. ബൈബിൾ പരിശോധിക്കുന്ന ഏതൊരു മനുഷ്യനും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവം പാപത്തിന്റെ മേൽ ശിക്ഷ നടത്തുന്നു എന്നുള്ളതാണ്. പാപത്തിന്റെ ശമ്പളം മരണമെന്ന് വേദപുസ്തകം അതിനെക്കുറിച്ച് പറയുന്നു. ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ, ദുർനടപ്പുകൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്യയിലത്രേ, അത് രണ്ടാമത്തെ മരണമെന്ന് ബൈബിൾ വിശദീകരിക്കുന്നു. പാപത്തിന്റെ ശമ്പളം മരണം എന്നുള്ളത് കൊണ്ട് ശാരീരികമായിരിക്കുന്ന മരണം കൊണ്ട് മനുഷ്യ ജീവിതം അവസാനിക്കുന്നില്ല. മനുഷ്യൻ ശരീരത്തിൽ മരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ മുമ്പാകെ കണക്ക് കൊടുക്കേണ്ടതിന് വേണ്ടി ദൈവത്തിന്റെ മുമ്പാകെ സമസ്ത മനുഷ്യരും നിൽക്കേണ്ടി വരുമെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുകയാണ്. ബൈബിൾ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ബൈബിളിന്റെ ഒരു പ്രത്യേക
ഒരു വിശദീകരണം എന്ന് പറയുന്നത് ശ്രദ്ധേയമാണ്. മനുഷ്യരെ കുറിച്ചുള്ളതായിരിക്കുന്ന ദൈവിക അരുളപ്പാടാണ് അതിനകത്ത് അറിയിക്കുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. സമസ്ത മനുഷ്യരോടുമുള്ള ദൈവിക അരുളപ്പാടുകളുടെ ഒരു ക്രോഡീകരണമാണ് വിശുദ്ധ വേദപുസ്തകം. അത് ദൈവത്തിന്റെ തിരുവെഴുത്താണ്. അതുകൊണ്ട് ആ തിരുവെഴുത്തുകൾ നമുക്ക് നൽകുന്ന ഒരു അനുഗ്രഹീതമായിരിക്കുന്ന പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലിന്റെ സന്ദേശമാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ പറയുന്നത്. ജാതി, മത, വർണ്ണ, വർഗ വ്യത്യാസം കൂടാതെ ഏതൊരു മനുഷ്യനെയും ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുവാൻ മതിയായതായിരിക്കുന്ന സ്വർഗീയ സന്ദേശമാണ് ഇവിടെ നിങ്ങൾ കേൾക്കുവാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ഈ പ്രമേയത്തിലേക്ക്, ഈ പ്രസംഗത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ ആഗോള വ്യാപകമായി മനുഷ്യൻ സ്വസ്ഥത നഷ്ടപ്പെട്ടുകൊണ്ട് ഈ ലോകത്തിന് എന്ത് ഭവിപ്പാൻ പോകുന്നു എന്നുള്ളത് നോക്കിപ്പാർക്കുകയാണ്. യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലോകത്തിൽ എവിടെയും ജീവിക്കുന്ന മനുഷ്യ ജീവിതത്തെ അത് ദുഷ്കരമായി ബാധിക്കുമെന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. പ്രിയപ്പെട്ടവരെ, അധികം നീളാതെ ഈ യുദ്ധമൊക്കെ അവസാനിക്കുവാനായിട്ട് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം, പ്രാർത്ഥിക്കാം. ലോക സമാധാനത്തിന് വേണ്ടി നിങ്ങളോടൊപ്പം ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ കാണുന്ന സംഭവങ്ങൾ, കേൾക്കുന്ന സംഭവങ്ങളൊക്കെയും അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരുന്നതിന്റെ ഒരു ലക്ഷണമായി കൂടെ നിലകൊള്ളുന്നതുകൊണ്ട് ഞങ്ങളിങ്ങനെ പറയട്ടെ, ഒരിക്കൽ യേശുക്രിസ്തു പാപിയെ രക്ഷിക്കുവാൻ വന്ന് പാപമില്ലാതെ ജനിച്ച് പാപമില്ലാതെ ജീവിച്ച് പാപത്തിന്റെ പരിഹാരാർത്ഥം കാൽവരി ക്രൂശിൽ മരിച്ചു അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയിരിക്കുകയാണ്. തന്നിൽ വിശ്വസിക്കുന്നവരെ ചേർക്കുവാനായി അനധിവിദൂര ഭാവിയിൽ കർത്താവായ യേശു വാനമേഘങ്ങളെ വാഹനമാക്കി വരുവാനായിട്ട് പോകുകയാണ്. തന്നിൽ വിശ്വസിച്ചവരെ തന്റെ സവിധം ചേർക്കുകയും ഈ ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുകയും ഇവിടെ സമത്വസുന്ദരമായിരിക്കുന്ന നീതിയുള്ളതായിരിക്കുന്ന ഒരു ഭരണം കാഴ്ചവെക്കുകയും ചെയ്യുമെന്ന് ബൈബിൾ പ്രവചനം നിറവേറുവാൻ ഇനിയും അധിക നാളുകൾ നീണ്ടു പോകുകയില്ല. അതുകൊണ്ട് ബൈബിൾ പ്രവചനങ്ങൾ സത്യമാണ് എന്ന് ലോക സംഭവങ്ങളിലൂടെ തെളിയിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ബൈബിൾ നൽകുന്ന സുവിശേഷ സന്ദേശം, പാപിയായിരിക്കുന്ന മനുഷ്യനെ രക്ഷയ്ക്കുള്ളതായിരിക്കുന്ന സന്ദേശം ഞങ്ങളിവിടെ പറയുമ്പോൾ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണമേ. കുറഞ്ഞ സമയം മാത്രം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഈ സന്ദേശവുമായിട്ട് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കുന്നു എന്നുള്ള ആ ചിന്തയോടുകൂടെ ഈ സുവിശേഷ സന്ദേശം കേട്ട് അതിനനുസരണം കാണിച്ച് വരാൻ പോകുന്ന പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ സർവകൃപാലുവായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആമുഖ സന്ദേശത്തിന് വിരാമം കുറിക്കുന്ന ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതായി സാമുവൽ, മരണാനന്തരമായിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചുള്ള സന്ദേശമാണ് എന്ന ആമുഖ സന്ദേശത്തിൽ നിങ്ങൾക്ക് ലഭ്യമായി മനസ്സിലായിട്ടുണ്ട്. പത്രം വായിക്കുമ്പോൾ വാസ്തവത്തിൽ ലജ്ജ തോന്നേണ്ടുന്ന ഒന്നാണ് പലപ്പോഴും കാണുന്നത്. കാരണം ഞങ്ങളുടെ രാജ്യത്ത് അല്ലെങ്കിൽ മറ്റ് ശത്രു രാജ്യം പറയുകയാണ്, ആ രാജ്യത്തിലുള്ള 1600 പേരെ ഞങ്ങൾ കൊന്നു. എത്രയോ ദാരുണമായിരിക്കുന്ന ഒരു പ്രസ്താവനയാണിത് കാണുന്നത്. എന്നാൽ അവരുടെ എണ്ണത്തിലാണ് ഓരോ രാജ്യങ്ങളും തങ്ങൾ വലിയവരാണ് എന്ന് പലപ്പോഴും കരുതുന്നത്. നമ്മൾ പോലും അങ്ങനെ കരുതി പോകാറുണ്ട്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, വളരെ ദയനീയമായിരിക്കുന്ന ഒന്നാണ് ഒരിക്കൽ മരിക്കുകയാണ്, അതുകൊണ്ടെല്ലാം അവസാനിച്ചു എന്നതാണ് പലരും ചിന്തിക്കുന്നത്. അങ്ങനെയല്ല, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യന് നിയമിച്ചിട്ടുണ്ട്. ആ വിഷയമാണ് ഞങ്ങൾ ആ ന്യായവിധി എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും എന്ന വിഷയമാണ് ഇവിടെ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. സന്ദേശം നൽകുവാനായിട്ട് ബഹുമാനനായിരിക്കുന്ന കുര്യച്ചൻ അവറുകൾ ഇവിടെ ആഗതനായിട്ടുണ്ട്. വടക്കേ ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന അദ്ദേഹം ഇവിടെ ഇന്ന് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ സന്ദേശം നൽകുവാൻ സാദരം ക്ഷണിക്കുകയാണ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ പ്രശ്നസങ്കീർണമായ ഈ ലോകത്തിൽ സമാധാനത്തിൻ്റെ സന്ദേശവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുൻപാകെ ആയിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യം മാന്യ സഹോദരന്മാർ ഓർപ്പിച്ചതുപോലെ ഞങ്ങൾക്ക് പറയുവാനായിട്ടുള്ള ചില യാഥാർത്ഥ്യങ്ങളെ അത് ശ്രദ്ധയോടെ കേൾക്കുവാനായിട്ട് നിങ്ങളുടെ ചുരുങ്ങിയ സമയത്തെ, നിങ്ങളുടെ വിലപ്പെട്ടതായിട്ടുള്ള സമയത്തെ
ഞങ്ങൾ ചോദിക്കുകയാണ്. നമുക്കറിയാം, ഈ ലോകത്തിൽ സകല മനുഷ്യരും യാത്രക്കാരാണ്. മുംബൈയുടെ ഒരു ഗാനം പ്ലേ ചെയ്യുകയുണ്ടായി. അതിലും ഒരു യാത്രക്കാരനെ കുറിച്ച് പറയുകയുണ്ടായി. മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിക്കുന്നു. എന്നാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവനൊരു നിശ്ചിത സമയം വലിയവനായിരിക്കുന്ന ദൈവം നിശ്ചയിച്ചിരിക്കുകയാണ്. പലരും കരുതുന്നത് പോലെ ഈ ലോകം സ്ഥിരമായിട്ടുള്ളതല്ല. ഈ ലോകത്തിനും ഒരു അവസാനമുണ്ട്, മനുഷ്യർക്കും ഒരു അവസാനമുണ്ട്. തിരുവെഴുത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നു, എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യർ വളരെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ചില സംഗതികൾ, അത് വളരെ ഗൗരവപൂർണമായിട്ട് മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മൾ ആദ്യം കേൾക്കുകയായിരുന്നു, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചത്. വളരെ സൗഭാഗ്യത്തോടുകൂടെ കഴിയുവാൻ ആ നിലയിൽ ആണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. എന്നാൽ മനുഷ്യനിലേക്ക് പാപം കടന്നു വന്നതിന്റെ പരിണിത ഫലമായി അവൻ പാപത്തിന് വിധേയനാകുകയും പാപിയായി തീരുകയും പിന്നീടുള്ള സകല മാനവജാതിയും ജനിക്കുന്നവർ പാപത്തിലാണ് ജനിക്കുന്നത്, പാപിയായിട്ടാണ് ജനിക്കുന്നത് എന്നുള്ള വസ്തുത നാം തിരിച്ചറിയേണ്ടിയിരിക്കുകയാണ്. ഇടയ്ക്ക് സഹോദരൻ പറഞ്ഞപ്പോൾ ഓർക്കുകയുണ്ടായി, പാപത്തിന്റെ ശമ്പളം മരണം എന്നുള്ളതാണ് തിരുവെഴുത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ സകല മാനവജാതിയും ഒരുപോലെ പാപത്തിന്റെ ശമ്പളം എന്നുള്ളതായിട്ടുള്ള മരണം എന്നുള്ളതായിട്ടുള്ള തിരുവെഴുത്തിന് പ്രകാരം മരണഭീതിയിൽ കഴിഞ്ഞിരുന്നു. എന്നാൽ ആ മരണഭീതിയെ നീക്കുവാനായിട്ട് ദൈവം താൻ തന്നെ ഒരു രക്ഷാ പദ്ധതി അവിടുന്ന് ഒരുക്കി. അതാണ് ഞാൻ ആദ്യം പറയുവാനായിട്ട് ഇടയായത്. ഇതൊരു സമാധാനത്തിന്റെ സന്ദേശമാണ്. ഞാൻ പറഞ്ഞല്ലോ, നാം എല്ലാവരും ഇവിടെ ഒരു യാത്രക്കാരാണ്. നമുക്കുള്ള ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മുടെ അവസാനം എന്നാണ് എന്നുള്ളത് നമുക്ക് അറിവില്ല. എന്നാൽ ഒരു സമയം ദൈവം നമുക്ക് നിശ്ചയിച്ചിരിക്കുന്നതല്ല. സമയം കഴിയുമ്പോൾ ഈ ലോകം വിട്ട് പോകേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, നാം ഇന്ന് ജീവിക്കുന്നതായിട്ടുള്ള ഈ ലോകവും സ്ഥിരമായിട്ടുള്ളതല്ല. ഇതിനൊരു അവസാനമുണ്ട്. എന്നാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുക, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവനെ വളരെ പ്രത്യേകതയുള്ളവനായിട്ടാണ് സൃഷ്ടിച്ചത്. നാം ഓർക്കുകയുണ്ടായി, അവനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിട്ട് ആ നിലത്തെ പൊടി കൊണ്ട് ഉണ്ടാക്കിയിട്ട് അവനിൽ ഒരു ജീവശ്വാസം ദൈവം ഊതി അവനെ ജീവനുള്ള ദേഹിയാക്കി തീർത്തു എന്നാണ് നാം തിരുവെഴുത്തിൽ കാണുന്നത്. അങ്ങനെ നോക്കുമ്പോൾ മനുഷ്യരിൽ കുടികൊള്ളുന്ന ഒരു ആത്മാവ് അവൻ ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഞാൻ പറയുവാൻ ആഗ്രഹിച്ചതിന്റെ താല്പര്യം പറയട്ടെ, ഈ ലോകം അവസാനിക്കും. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു ആത്മാവുണ്ട്, അവനൊരു നിത്യമായിട്ടുള്ള ജീവിതം അവനുണ്ട്, മരണാനന്തര ജീവിതം അവനുണ്ട്. മരണം കൊണ്ട് അവസാനിക്കുന്ന ഒരു ജൈവരാസ പിണ്ഡമല്ല മനുഷ്യന്റേത്. അവന് ഈ മരണം വിട്ടുകഴിഞ്ഞാൽ, ഈ മരണം കൊണ്ട് ഈ ലോകം വിട്ടുകഴിഞ്ഞാൽ അവന് നിത്യത എന്നുള്ളത് ഒരു സ്ഥലമുണ്ട്. തിരുവെഴുത്ത് നാം വളരെ വ്യക്തമായിട്ട് പരിശോധിക്കുമ്പോൾ നിത്യതയുടെ രണ്ട് സ്ഥലങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന് നിത്യസ്വർഗം, ഒന്ന് നിത്യനരകം. ഇതിലേതെങ്കിലും ഒരു സ്ഥലത്തേക്ക് സകല മനുഷ്യരും പോയേ മതിയാകൂ. അതിനായിട്ടുള്ള കാര്യമാണ് ഇന്ന് ഞങ്ങളിവിടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നാം എല്ലാവരും യാത്രക്കാരാണ്. നമ്മുടെ യാത്ര അവസാനിക്കുവാനായിട്ട് പോവുകയാണ്. ആ യാത്ര അവസാനിക്കുന്നതിന് മുന്നേ നാം എടുക്കേണ്ട ചില തീരുമാനങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട്, വളരെ കൂലംകക്ഷമായിട്ട് നാം മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞങ്ങളിവിടെ ചെയ്യുന്ന ഈ സന്ദേശത്തിന് ഞങ്ങൾ പറയുന്നത് സുവിശേഷം എന്നാണ്. സുവിശേഷ സന്ദേശമാണ്, നല്ല വിശേഷമാണ്, നല്ല വാർത്തയാണ്. എല്ലാവർക്കും കേൾക്കുവാൻ കൊള്ളാവുന്ന നല്ല വാർത്ത, കേൾക്കുവാൻ കൊള്ളാവുന്ന നല്ല സന്ദേശം എന്ന് മാത്രമല്ല, ഏതൊരുവന്റെയും ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കഴിവുള്ളതായിട്ടുള്ള ഒരു സന്ദേശമാണ് ഇവിടെ പ്രസ്താവിക്കപ്പെടുന്നത്. അതുകൊണ്ട് സുവിശേഷത്തെ ആ കാര്യത്തെ മുൻനിർത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുക.
സുവിശേഷം എന്നുള്ളത് അതൊരു വ്യക്തിയിൽ കേന്ദ്രീകൃതമായിരിക്കുന്ന കാര്യമാണ്. തിരുവെഴുത്ത് വളരെ വ്യക്തമായിട്ട് ഇപ്രകാരമാണ് പറയുന്നത്: ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തു ആകുന്നു സുവിശേഷമെന്ന് വളരെ വ്യക്തമായിട്ടും അസന്നിഗ്ധമായിട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങളുടെ സുവിശേഷത്തിന് കേന്ദ്ര വിഷയമായിരിക്കുന്ന ഈ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് സുവിശേഷമായിട്ട് കടന്നു വന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതിനാവശ്യം സകല മനുഷ്യരും ഒരുപോലെ പാപികളായിരിക്കുന്നു എന്നുള്ള സത്യം തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. തിരുവെഴുത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഒരു വ്യത്യാസവുമില്ല. ഈ പാപത്തിന്റെ പട്ടികയിൽ നിന്ന് ഒഴിവുള്ളവരായിട്ട് നമുക്ക് ഈ ദുനിയാവില് ഒരുത്തനെ പോലും കാണുവാൻ കഴിയില്ല. ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ വളരെ പാപത്തിലൂടെ കടന്നു പോകുന്ന പാപികളായിരിക്കുന്ന മനുഷ്യരെയാണ് കാണുവാൻ കഴിയുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ ഓർക്കുക, ഈ പാപത്തിൽ നിന്ന് വിടുതൽ ലഭിച്ചാൽ മാത്രമേ നമുക്ക് നിത്യസൗഭാഗ്യത്തിലേക്ക് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഈ പറയുന്ന ഈ കാര്യത്തിലേക്ക്, ഈ മാർഗത്തിലേക്ക്, ഈ അവസ്ഥയിലേക്ക് കടന്നു വരണമെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു ചില്ലിക്കാശും വേണ്ട. നാം മുമ്പ് ഒരു ഗാനം കേൾക്കുകയായിരുന്നു: പണം കൊടുത്ത് നാം പലതും നേടാറുണ്ട്, നാം വിദ്യ നേടും, നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങൾ നാം നേടും. എന്നാൽ നമ്മുടെ ആത്മാവിന്റെ രക്ഷയെ നേടുവാനായിട്ട് നമ്മുടേതായിട്ടുള്ള ഒരു ചില്ലിക്കാശും ആവശ്യമില്ല. അത് കൊടുത്ത് ഒരുവനും അത് നേടുവാനായിട്ട് സാധിക്കുകയില്ല. അത് കഴിയാത്തത് കൊണ്ടാണ് ദൈവം സൗജന്യമായിട്ടുള്ള പ്രവൃത്തി സാധിപ്പിച്ചത്. തിരുവെഴുത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്: ദൈവം മനുഷ്യന് ന്യായപ്രമാണം കൊടുത്തു, പ്രമാണങ്ങൾ കൊടുത്തു. എന്നാൽ അവര് അതിനെ സാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയാതെ നിന്നപ്പോൾ ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചിട്ട് പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു എന്ന് പറയുകയാണ്. നമുക്ക് വേണ്ടിയിട്ട് ആ ശിക്ഷ ഏറ്റുവാങ്ങുവാനായിട്ട് ഒരുവൻ ഈ ഭൂമിയിലേക്ക് അഗതനായി. അവനാണ് യേശുക്രിസ്തു. ആ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു തുടങ്ങിയത് എന്താണെന്നറിയാമോ? വിശുദ്ധ ബൈബിളിന്റെ പുതിയ നിയമ ഭാഗമായിരിക്കുന്ന മർക്കോസിന്റെ സുവിശേഷത്തില് തന്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ താൻ ഇപ്രകാരമാണ് പറയുന്നത്: കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പേൻ. ഞാൻ ആദ്യം പറഞ്ഞില്ല, സുവിശേഷം അത് കർത്താവായ യേശുക്രിസ്തുവാണ്. അങ്ങനെയെങ്കിൽ കർത്താവ് എന്താണ് പറഞ്ഞത്? എന്നെ വിശ്വസിപ്പേൻ. വളരെ ആകുലരായിരുന്ന ജനതയെ നോക്കിക്കൊണ്ട് തന്നെ അനുധാവനം ചെയ്ത ആളുകളോട് പറഞ്ഞു: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തെ വിശ്വസിപ്പേൻ, എന്നെ വിശ്വസിപ്പൻ എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു കാര്യം ഞാൻ പറയട്ടെ: വിശ്വസിക്കുവാനായിട്ട് യോഗ്യനായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ഞാൻ ഇന്ന് പറയാണ്, നിങ്ങൾ എന്നെ വിശ്വസിക്കണമെന്നിവിടെ എന്ന് വിളിച്ചു പറഞ്ഞാൽ നിങ്ങളെല്ലാവരും പറയൂ, എന്ത് വണ്ടത്തരമാണ് ഇദ്ദേഹം പറയുന്നത്. ഒരു മനുഷ്യനും അങ്ങനെ പറയുവാനായിട്ട് സാധിക്കുകയില്ല. ചില സഹായങ്ങൾ ചെയ്യുവാനായിട്ട് ഒരുപക്ഷെ സാധിച്ചേക്കാം. മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് ചില സഹായങ്ങൾ ചെയ്യുവാനായിട്ട് കഴിഞ്ഞേക്കാം. എന്നാൽ ഒരുവന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യവും നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. ഈ മാർഗത്തെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് സാധിക്കും. ഞങ്ങളുടെ പ്രിയ സഹോദരൻ പറഞ്ഞപ്പോൾ ആ കാര്യം പറയുകയുണ്ടായി: ഒരു മതവും ഒരുവനെ രക്ഷിക്കുന്നില്ല, ഒരു ഉന്നത അധികാരവും ഒരു മനുഷ്യനെ രക്ഷിക്കുകയില്ല. എന്നാൽ രക്ഷിപ്പാൻ കഴിവുള്ള ഏക വ്യക്തി അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ഞങ്ങൾ ആദ്യം ഓർപ്പിച്ചതുപോലെ ഇതൊരു മതത്തിന്റെ പ്രസംഗമല്ല, ഒരു വ്യക്തിയെക്കുറിച്ചുള്ള സന്ദേശമാണ്. വളരെ വ്യക്തതയോടുകൂടെ ഞങ്ങൾ പറയുന്നതായിട്ടുള്ള ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെടണമെന്ന് ഞങ്ങൾ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഈ ഭൂമിയിൽ അല്പസമയത്തേക്കുള്ള യാത്രക്കാരായിരിക്കുന്ന നാം ചിന്തിക്കുക. നമ്മുടെ ഈ യാത്ര അവസാനിക്കുമ്പോൾ നാം ചെന്നെത്തുന്നത് എവിടെയാണ് എന്നുള്ളത് നാം വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ലോകത്തിനും അവസാനമുണ്ട്.
പലരും അത് മനസ്സിലാക്കുന്നില്ല. അവരൊക്കെ ചിന്തിക്കുന്നത് ഇത് സ്ഥിരമായിട്ടുള്ള ഒരു ലോകമാണ്, ഇവിടെ ഞാൻ അനേകം നേടുന്നു, ഞാൻ എങ്ങനെ ജീവിക്കും, ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകും. എന്നാൽ പ്രിയമുള്ളവരെ, ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക, ഈ ലോകം അവസാനിക്കും, ഇതിലുള്ളതെല്ലാം നശിക്കും. ഈ ലോകം മനുഷ്യന്റെയും ജീവിതത്തിനൊരു അവസാനമുണ്ട്. എന്നാൽ നാം നമ്മുടെ മരണം കൊണ്ട് നമ്മുടെ ജീവിതം എടുത്ത് അവസാനിക്കുമ്പോൾ നമ്മുടെ ജീവിതം എവിടെ ചെന്നെത്തുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. എന്റെ ഭാര്യ സഹോദരൻ ആ ആമുഖ സന്ദേശം പറഞ്ഞപ്പോൾ പറയുകയുണ്ടായി, ഒരു കാര്യം നമുക്ക് മുമ്പിലുണ്ട്. എന്താണത്? ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായിട്ട് നിശ്ചയിച്ചിരിക്കുന്ന ഒരു ദിവസത്തെ നിശ്ചയിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആർക്കും ഒഴിച്ചുകൂടാൻ വയ്യാത്തതായിട്ടുള്ള എല്ലാവരും അഭിമുഖീകരിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് മരണം എന്നുള്ളത്. മരണശേഷം ഒരു ന്യായവിധി ഉണ്ട് കേട്ടോ. എന്നാൽ ഞാൻ പറയട്ടെ, ഇന്ന് ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്ന ഈ രക്ഷാമാർഗത്തെക്കുറിച്ച് ഞങ്ങൾ പറയുമ്പോൾ അതിന് ആധാരമായിരിക്കുന്ന യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിച്ച് ഈ അനുഗ്രഹീതമായ അവസ്ഥയിലേക്ക് കടന്നു വന്നാൽ എന്താണ് പറയുന്നത്? അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. എത്രയോ അനുഗ്രഹീതമായ അവസ്ഥയിലേക്ക് കടന്നു വരുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ഇത് ഞങ്ങളുടേതായ ആരുടെയും വാക്കുകളല്ല. ആദ്യം ഓർപ്പിച്ചതുപോലെ മനുഷ്യവർഗത്തിന് ദൈവത്തിന് പറയുവാനായിട്ടുള്ള സന്ദേശങ്ങളെ സമാഹരിച്ചിരിക്കുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥമാണ് ബൈബിൾ എന്നുള്ളത്. അതിലെ സന്ദേശങ്ങളാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയുന്നത്. ഞങ്ങൾക്ക് നിങ്ങളോടൊരു കടുങ്കഥ പറയാനായിട്ട് സാധിക്കുകയില്ല. നിങ്ങൾക്ക് മറ്റൊരു വേറെ ഒന്നും പറയുവാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞങ്ങൾ വളരെ വ്യക്തതയോടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സകല മാനവജാതിക്ക് വേണ്ടി സൗജന്യമായി ഒരുക്കിയിരിക്കുന്ന ഈ രക്ഷാമാർഗത്തെ നിങ്ങൾ അവഗണിക്കരുത് എന്നുള്ള കാര്യം നിങ്ങളെ ഓർപ്പിച്ചുണർത്തുകയാണ്. ഈ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ബൈബിൾ ഇപ്രകാരം പറയുന്നുണ്ട്, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും അനേകം അടയാളങ്ങളാലും അത്ഭുത പ്രവൃത്തികളാലും ചെയ്തു കാണിച്ചതുമായതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായിട്ടുള്ള ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിവഴിയും? പ്രിയമുള്ളവരെ, ഈ രക്ഷയെ നിങ്ങൾ ഗണ്യമാക്കാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒഴിവുള്ളവരായിട്ട് നിങ്ങൾക്ക് നീതി ലഭിക്കുവാനായിട്ട് യാതൊരു നിലയിലും ഇടയില്ല എന്നുള്ള വാസ്തവമായ സത്യത്തെ നിങ്ങൾ മറന്നുപോകരുത്. ഇത് തികച്ചും സൗജന്യമാണ്. മനുഷ്യന് സാധിക്കാതിരുന്ന കാര്യം ദൈവം മനുഷ്യർക്ക് സാധിപ്പിച്ചു കൊടുക്കുകയാണ്. നമുക്കറിയാം, പാപത്തിലേക്ക് വീണുപോയ മനുഷ്യന് ഒരു വീണ്ടെടുപ്പ് ആവശ്യമായിരുന്നു, ഒരു രക്ഷ അനിവാര്യമായിരുന്നു. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിലെ ഉന്നതന്മാർക്ക് കഴിയാത്ത, മത നേതാക്കന്മാർക്ക് കഴിയാത്ത, രാഷ്ട്രീയ നേതാക്കൾക്ക് കഴിയാത്തതായിട്ടുള്ള വലിയ കാര്യം നമ്മുടെ ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് സാധിച്ചു തന്നിരിക്കുകയാണ്. തിരുവഴുത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ അവനെ വീണ്ടെടുപ്പുകളോടുപ്പാനോ മനുഷ്യർക്കാർക്കും കഴിയുമായിരുന്നില്ല. എന്നാൽ അത് കഴിയുമായിരുന്ന ഏകസത്യ ദൈവമായിരിക്കുന്ന യേശുക്രിസ്തു നമുക്ക് വേണ്ടിയിട്ട് ഈ ഭൂമിയിലേക്ക് ജന്മമെടുത്തുകൊണ്ട് നമ്മുടെ ജന്മപാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കാൽവറിയിലെ ക്രൂശിൽ മരണം സഹിച്ചുകൊണ്ട് ആ കാര്യം സാധിപ്പിച്ചത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു കാര്യം ഓർക്കണമേ, നാം പാപികളായിരുന്നപ്പോൾ പാപത്തിന്റെ ശമ്പളമാകുന്ന മരണശിക്ഷ അനുഭവിക്കേണ്ടത് നാം ഓരോരുത്തരുമായിരുന്നു. ഈ മുഴു ലോകവും അത് അനുഭവിക്കേണ്ടവരായിരുന്നു. എന്നാൽ നമുക്ക് വേണ്ടി അതനുഭവിച്ചു തീർക്കുവാൻ പാപമില്ലാതിരുന്ന, ഊനമില്ലാതിരുന്ന, നിഷ്കളങ്കനായിരുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടു. അവൻ നമ്മുടെ എല്ലാവരുടെയും പാപത്തിന്റെ ശിക്ഷ അവൻ ഏറ്റുവാങ്ങിയിട്ട് കാലുടെ ഉന്നതങ്ങളിൽ ഏറ്റവും ഹീനകരമായുള്ള മരണത്തിന് അവൻ അവിടുന്ന് സാക്ഷ്യം വഹിച്ചത് നമുക്ക് കാണുവാൻ കഴിയും. നമുക്കറിയാം, കുരിശുമരണം പലസ്തീൻ നാടുകളിൽ റോമ ഗവൺമെന്റിന്റേതായിട്ടുള്ള അവരുടെ ഒരു ശിക്ഷാക്രമമായിട്ട് അത് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ അതില് കുരിശിച്ച് കൊല്ലുന്നവർ അവർ തെറ്റുകാരായിരിക്കും. അവർ വളരെ ഹീനകരമായിട്ടുള്ള തെറ്റ് ചെയ്തിട്ടുള്ളവരും ദുഷ്പ്രവർത്തിക്കാരുമായിരിക്കും. എന്നാൽ അവിടെ ഒരു പാപമില്ലാത്ത നിഷ്കളങ്കനായിരിക്കുന്ന ദൈവത്തിന്റെ പുത്രൻ നമുക്ക് വേണ്ടി കാൽവറിയിലെ ക്രൂശിൽ മരിക്കുകയാണ്. എന്തിനുവേണ്ടി?
എനിക്കും നിങ്ങൾക്കും വേണ്ടി എന്റെ പാപത്തിന്റെ ശമ്പളമാകുന്ന മരണത്തെ നീക്കി നമുക്ക് നിത്യജീവനെ നൽകുവാൻ വേണ്ടിയിട്ട് അവൻ ആ കാര്യം സാധിപ്പിച്ചു എന്നുള്ളത് ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം നമുക്ക് സാധിക്കാതിരുന്ന ഒരു വലിയ കാര്യമാണ് കർത്താവ് തന്റെ ക്രൂശ് മരണം കൊണ്ട് നമുക്ക് വേണ്ടി സാധിപ്പിച്ചു തന്നത്. തിരുവെഴുത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കുരിശ് മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ. അഥവാ ക്രൂശ് മരണം സഹിക്കുന്നവൻ അവൻ ശപിക്കപ്പെട്ടവനാണ്. എന്നാൽ യാതൊരു പാപവും ചെയ്യാതിരുന്ന ഊനവുമില്ലാതിരുന്ന നിഷ്കളങ്കനായിരുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് അവൻ കാൽവറിയിലെ ക്രൂശിലെ മരണം സഹിച്ചപ്പോൾ ഒരു കാര്യം ഓർക്കണമേ, നമുക്കെല്ലാവർക്കും വേണ്ടിയായിരുന്നു അവൻ മരണം എടുത്തത്. നമ്മെ വീണ്ടെടുപ്പാനായിട്ട് അവൻ സ്വർഗമഹിമകൾ വിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. ഈ ഭൂമിയില് അവന് ആരും കൈക്കൊണ്ടില്ല. അവനെ ക്രൂശിക്കുവാനായിട്ട് അനുവദിക്കുകയാണ്. എന്തിനു വേണ്ടി? തിരുവെഴുത്തുകളിൽ മുന്നമേ രേഖപ്പെടുത്തിയ പ്രകാരം സകല മനുഷ്യരുടെയും രക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട്, ആ രക്ഷ സാധ്യമാക്കേണ്ടതിന് വേണ്ടിയിട്ട് നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് ആ കാൽവറിയിലെ ക്രൂശ മരണം നമുക്ക് വേണ്ടി സാധിപ്പിച്ചു തന്നു. എത്രയോ അനുഗ്രഹീതമായിട്ടുള്ള കാര്യമാണ്. ഈ സന്ദേശമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്. ഇത് നിങ്ങൾ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെയാണ് തെറ്റിയൊഴിയുന്നത്? ബൈബിളിൽ ഇപ്രകാരം ഒരു ഭാഗത്ത് വായിക്കുന്നുണ്ട്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ഈ ജലശരീരത്തിൽ നിന്ന്, ഈ പാപത്തിൽ നിന്ന് ആരെന്നെ വിടുവിക്കും? മനുഷ്യനൊരു ലാഭം കഴിക്കുകയാണ്. രക്ഷപ്പെടുവാൻ കഴിയാത്തതായിട്ടുള്ള നിസ്സഹായമായിട്ടുള്ള ഒരു അവസ്ഥയെ തിരുവെഴുത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ പുണ്യപ്രവൃത്തികൾ നാം ആദ്യം കാലത്തിൽ കേട്ടതുപോലെ നമ്മുടെ ഒരു ചില്ലിക്കാശ് പോലും കൊണ്ടും നമ്മുടെ പണം കൊണ്ട് നേടാനായിട്ട് കഴിയാത്തതായിട്ടുള്ള കാര്യം ദൈവം കൃപയാൽ സൗജന്യമായിട്ട് നമുക്ക് തന്നിരിക്കുകയാണ്. തിരുവെഴുത്ത് പറയുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം എത്രയാകുന്നു. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് ദാനം ചെയ്തുകൊണ്ട് നമ്മുടെ രക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ആ പ്രവൃത്തി സാധിപ്പിച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ഈ രക്ഷാമാർഗത്തിലേക്ക് നാം കടന്നു വരിക എന്നുള്ളതാണ്. അവൻ സ്വർഗസ്ഥനായിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. തിരുവെഴുത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ, അതായത് കർത്താവായ യേശുക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രിയമുള്ളവരെ, ഈ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചില്ല എങ്കിൽ നാം നിത്യനാശത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളത് ആ വാക്കുകൾ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. നാം നാശത്തിലേക്ക് പോകേണ്ടവരാണ്. എന്നാൽ നാം ഇന്ന് നിത്യ സൗഭാഗ്യത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് കടന്നു വന്നവനായിരുന്ന, സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ടിരിക്കുന്ന ഈ യേശുക്രിസ്തുവിൽ നാം വിശ്വാസം അർപ്പിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അവിടെ മറ്റൊരു കാര്യം കൂടെ പറയുകയാണ്, അങ്ങനെയുള്ളവർക്ക് നിത്യജീവൻ ലഭിക്കുകയാണ്. അവൻ മരിച്ചാലും ജീവിക്കും, മരിച്ചാലും പിന്നീട് പുനരുത്ഥാനം ചെയ്ത് നാം കർത്താവിനോടുകൂടി ആയിരിക്കുമെന്നുള്ള സത്യത്തെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഈ സുവിശേഷം നമ്മെ രക്ഷിക്കുന്നതായിട്ടുള്ള സുവിശേഷമാണ്. എന്നാൽ ഈ സുവിശേഷം കൊണ്ട് നമ്മെ ന്യായം വിധിക്കുമെന്നുള്ളതും നാം മറന്നു പോകുവാനായിട്ട് പാടുള്ളതല്ല. തിരുവെഴുത്തിൽ പ്രകാരം നാം വായിക്കുന്നുണ്ട്, എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് താൻ നിയമിച്ച ആ പുരുഷൻ മുഖാന്തരം നമ്മെ ന്യായം വിധിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അവിടെ പ്രസ്താവിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ നമുക്ക് വളരെ നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് ജീവിക്കാം. നാം നമ്മുടെ ഇഷ്ടങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് ജീവിക്കാം. എന്നാൽ ഒരു കാര്യം നാം മറന്നു പോകരുത്, ഇവിടെ ഈ ജീവിതം ഇവിടെ തീരുമ്പോൾ നമ്മുടെ അടുത്ത നിത്യത എവിടെയായിരിക്കും എന്നുള്ളത് നാം ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. പ്രിയമുള്ളവരെ, ഈ സുവിശേഷത്തിൽ അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. ഈ കർത്താവിൽ വിശ്വസിക്കേണ്ടത് വളരെ ആവശ്യമാണ്. യേശുക്രിസ്തു വിശ്വസിക്കുന്നവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു.
ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് ദൈവ മകനായി മകളായി തീരുവാനായിട്ടുള്ള ആ അനുഗ്രഹീതമായ അവസ്ഥയിലേക്ക് നമുക്ക് കടന്നു വരുവാൻ കാരണമായി തീരുകയാണ്. നിങ്ങൾ കടന്നു വരുമ്പോൾ ഇതൊരു ആദ്യം ഞങ്ങൾ ഓർപ്പിച്ച പോലെ ഇതൊരു മതത്തിന്റെ സന്ദേശമല്ല, ഒരു സഭയുടെയും അജണ്ടകളല്ല ഇവിടെ പ്രസ്താവിക്കപ്പെടുന്നത്. ഇത് സകല മനുഷ്യരും ഒരുപോലെ അറിയേണ്ടതും സകല മനുഷ്യരുടെയും ജീവിതത്തിൽ ഒരുപോലെ ആ പ്രാവർത്തികമായി തീരേണ്ടതായിട്ടുള്ള ദൈവത്തിന് മനുഷ്യരോട് നൽകുന്ന ആ സന്ദേശമാണ്. നിങ്ങൾ മാനസാന്തരപ്പെടണം. ഞാൻ ആദ്യം പാർപ്പിച്ചല്ലോ, യേശു ക്രിസ്തു പറഞ്ഞു തുടങ്ങിയത് എന്താണ്? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുകയും സുവിശേഷത്തിൽ വിശ്വസിപ്പേൻ. പ്രിയമുള്ളവരെ, എല്ലാവർക്കും മാനസാന്തരം ആവശ്യം. ഏതൊരു മനുഷ്യനും മാനസാന്തരം ആവശ്യമാണ്. കാരണം മനുഷ്യൻ തെറ്റുകാരനാണ്. ഈ തെറ്റിൽ നിന്ന്, ഈ കുറ്റകൃത്യത്തിൽ നിന്ന് മോചനം നമുക്ക് ലഭിക്കേണ്ടത് ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് ആ മോചനം തരുവാനായിട്ട് ആ ദൈവം ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് തന്റെ പരിപാവനമായ രക്തം മുഴുവനുമായിട്ട് ഊറ്റിക്കൊടുത്ത് രക്തത്തിന്റെ വിലയായി തന്നെ വിശ്വസിക്കുന്നവരെ ആക്കി തീർക്കുകയാണ്. പ്രിയമുള്ളവരെ, എത്രയോ അനുഗ്രഹീതമായ അവസ്ഥയിലേക്കാണ് നമുക്ക് കടന്നു വരുവാൻ കാരണമായി തീരുന്നത്. ഞാൻ ഇടയ്ക്ക് വാർപ്പിച്ച വാക്യത്തിലെ ഒരു കാര്യം വീണ്ടും ഓർപ്പിക്കുകയാണ്. അങ്ങനെ ആ വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ മകനായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കും. ജീവിതത്തിൽ സമാധാനവും സന്തോഷവും പ്രത്യാശയുള്ളവരായിട്ട് ജീവിക്കുവാനായിട്ട് കഴിയും. ആ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് എന്റെ നിത്യത എവിടെ ആയിരിക്കും എന്നുള്ളതിന് ഒരു ഉറപ്പ് നമുക്ക് ലഭ്യമായി തീരും. എത്രയോ അനുഗ്രഹീതമായ അവസ്ഥയിലേക്കാണ് കടന്നു വരുന്നത്. നമുക്കറിയാം, ഈ ലോകത്തിൽ നമുക്ക് ആനന്ദം തരുന്ന, സമാധാനം തരുന്ന ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ കൺമുമ്പിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഒരു കാര്യം ഓർക്കുക, അതെല്ലാം താൽക്കാലികമാണ്. എന്നാൽ കർത്താവ് പറഞ്ഞു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല, ലോകം തരുന്നത് പോലെയല്ല. ഈ ലോകത്തിന് അല്പസമയത്തേക്ക് ഒരു സമാധാനം തരുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണല്ലോ അനേകര് പല ആനന്ദം നൽകുന്ന കാര്യങ്ങളിലേക്ക് ഏർപ്പെടുന്നത്. അതുകൊണ്ടാണല്ലോ അനേകർ വിനോദസഞ്ചാരങ്ങളിലേക്ക് കടന്നു പോകുന്നത്. ഇതിനൊന്നിനും പറ്റിയില്ലെങ്കിൽ അടുത്തതിന് അവർ അടിമകളായി തീരുകയാണ്. കഞ്ചാവിന്, മയക്കുമരുന്നിന്, ലഹരി പദാർത്ഥങ്ങൾക്കൊക്കെ അവർ വിധേയപ്പെട്ടുകൊണ്ട് ജീവിതത്തിന്റെ ആ സമാധാനമുള്ള അവസ്ഥയിൽ നിന്ന് അല്പപരിഹാരത്തിനായിട്ട് അവർ അതിനായിട്ട് മുതിരുകയാണ്. എന്നാൽ എന്റെ മാന്യ ശ്രോതാവേ, ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ ലോകത്തിലെ അല്പസമയത്തേക്ക് മാത്രമുള്ള, അല്പകാലത്തേക്കുമുള്ള യാത്രക്കാരാണ്. എന്നാൽ ഈ യാത്ര അവസാനിക്കും. ഈ യാത്ര അവസാനിക്കുമ്പോൾ നിങ്ങൾ ഏത് സ്ഥലത്താണ് ചെന്നെത്തുക? നമുക്കറിയാം, നാം ഒരു സ്ഥലത്തേക്ക് പോവുകയാണെന്ന് വിചാരിക്കുക. ഇവിടെ തിരക്കേറിയ ആ യാത്രക്കാരെ നമുക്ക് കാണുവാൻ കഴിയും. അവർ കാറുകളിൽ, ബൈക്കുകളിൽ, ചിലർ നടന്നു കാൽനടയായിട്ട് കടന്നു പോകുന്നു. അവരുടെയൊക്കെ മുമ്പിൽ ഒരു ഉദ്ദിഷ്ട സ്ഥാനമുണ്ട്. അവിടെ ചെന്ന് എത്തണമെന്നുള്ള പ്രത്യാശയോടുകൂടെ, ആശയോടുകൂടിയാണ് അവിടെ കടന്നു പോകുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ജീവിതം എത്രയും ക്ഷണികമാണ്. നമുക്കറിയില്ല ഈ അടുത്ത നിമിഷം നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. എല്ലാ മനുഷ്യരിലും ഒരുപോലെയുള്ള ഒന്നാണല്ലോ മരണം എന്നുള്ളത്. മരണത്തെക്കുറിച്ച് നാം ഇപ്രകാരം പറയാറുണ്ട്, ഒരുവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായിട്ട് കടന്നു വരുന്നവനായിട്ടാണ് നാം പറയാറുള്ളത്. പ്രിയമുള്ളവരെ, അതേക്കുറിച്ച് നമുക്ക് യാതൊരു തീർച്ചയുമില്ല. എന്നാൽ ഞങ്ങളിവിടെ പറയുന്ന യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി നിങ്ങൾ ആ മാർഗത്തിലൂടെ കടന്നു വന്നാൽ നിങ്ങളുടെ ജീവിതം സമാധാനപൂർണമായി തീരും. നിങ്ങൾക്ക് ദൈവമുള്ളവരായിട്ട് ജീവിക്കുവാൻ കഴിയും. നിങ്ങൾക്ക് ആ സന്തോഷവും സമാധാനവും പ്രത്യാശയും നിങ്ങളുടെ ജീവിതത്തിൽ കൈവരിക്കുവാനായിട്ട് സാധിക്കും. ജീവിതത്തിൽ യാതൊരു പ്രശ്നങ്ങളുമില്ലാത്ത ഒരു മനുഷ്യരുമില്ല. ഏതൊരു മനുഷ്യന്റെയും ആ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഒന്ന് ശാരീരിക പ്രശ്നങ്ങളായിരിക്കാം, സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം, കുടുംബ പ്രശ്നമായിരിക്കാം, സാമൂഹിക പ്രശ്നമായിരിക്കാം. പ്രശ്നങ്ങൾ പലതാണ്. എന്നാൽ ഈ പ്രശ്നങ്ങൾക്കും പരിഹാരം യേശുക്രിസ്തുവിലൂടെയുള്ള വിശ്വാസത്താൽ നമുക്ക് ലഭ്യമായി തീരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ സൗജന്യമായി നമുക്ക് നൽകുന്ന ഈ രക്ഷാകരനായിരിക്കുന്ന ഈ യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ ജീവിതം ധന്യമായി തീരും. നിങ്ങൾ ഇന്ന് മരിച്ചാൽ, നിങ്ങളുടെ യാത്ര ഇന്നിവിടെ അവസാനിച്ചാൽ, നിങ്ങളുടെ യാത്ര നിത്യ സൗഭാഗ്യത്തിന്റെ തീരത്തേക്ക് അണയുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മാന്യ കേൾവിക്കാരെ, ഒന്നുകൂടി ഞാൻ പറയട്ടെ, ഈ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാതെ നിങ്ങൾ കടന്നുപോയാൽ
തിരുവഴുത്ത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം ഓർപ്പിക്കുന്നുണ്ട്. സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടുകൂടിയുള്ള മഹത്വവും വിട്ടകന്നിട്ട് നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കേണ്ടി വരും. അതൊരു തീർച്ചയാണ്, അതിന് മാറ്റമില്ല. ഈ ലോകത്തിലെ മനുഷ്യന്റെ വാക്കുകൾക്ക് മാറ്റം വരാറുണ്ട്, എന്നാൽ ദൈവിക തിരുവഴുത്തുകൾക്ക് യാതൊരു നിലയിലും മാറ്റമില്ല. പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന സന്ദേശം അത് തീർച്ചയുടെ സന്ദേശമാണ്. എന്റെ മാന്യ സഹോദരൻ ഓർപ്പിക്കുകയുണ്ടായി, ഇത് കൂടെ ഒരേ സന്ദേശമാണ് ഇവിടെ അർപ്പിക്കുന്നത്. ഈ സ്ഥലത്ത് പല പ്രാവശ്യം നിന്ന് സംസാരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വീണ്ടും ഇവിടെ കടന്നു വരുവാൻ കാരണമായി തീർന്നത്? നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നുള്ളതുകൊണ്ടാണ്. ദൈവം നിങ്ങളോട് കരുണ കാണിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. ദൈവം നിങ്ങളോട് കരുണ കാണിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. തിരുവനന്തപുരത്തിലെ ഒരു സത്യം ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു സംഭവമാണ്. പഴയ നിയമ വേദപുസ്തകത്തിലെ പഴയ നിയമ ഭാഗത്ത് നിനവെ എന്ന രാജ്യത്തേക്ക് ഒരു പ്രവാചകനെ അയക്കുന്നു. ആ നിനവയിലേക്ക് ചെന്ന് ദൈവം അവനോട് പറയുവാനായിട്ട് പറഞ്ഞ സന്ദേശം ഇപ്രകാരമാണ്: നിങ്ങളെ നശിപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്നു. എത്ര ദിവസം? 40 ദിവസം കഴിയുമ്പോൾ ഈ ദേശം ഉന്മൂലനാശം സംഭവിക്കും. എന്നാൽ അവിടെ എന്താണ് സംഭവിച്ചതെന്നറിയാമോ? ആ പ്രസംഗം കേട്ടപ്പോൾ നിലവിലുള്ള ജനങ്ങൾ, എത്രയോ ജനങ്ങളുണ്ടായിരുന്നു, അവരെല്ലാവരും മാനസാന്തരപ്പെട്ടു. അവരെ ദുഷിച്ച വഴികളിൽ നിന്ന് അവർ മാറിയപ്പോൾ ദൈവം അവരോട് കരുണ കാണിച്ചു. പ്രിയമുള്ളവരെ, ദൈവം നമ്മോട് കരുണ കാണിക്കുന്നവനാണ്. നിങ്ങൾ ഈ മാർഗത്തിലേക്ക് കടന്നു വരിക. ഞങ്ങളിവിടെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുകയായിരുന്നു. ക്രിസ്തു യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുകയായിരുന്നു. അവനെക്കുറിച്ച് പറയുന്നത്, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ ഒരുപോലെ യോഗ്യമായിട്ടുള്ള വചനമാണ്. അതാരാ പറഞ്ഞതെന്നറിയാമോ? ദൈവജനത്തിന് എതിരായി പ്രവർത്തിച്ച് ദൈവജനത്തെ ഇല്ലാതാക്കുവാനായിട്ട് ഗവൺമെന്റിന്റെ അധികാരപത്രം വാങ്ങിക്കൊണ്ട് ഡെമസ്കോസിൽ യാത്ര ചെയ്ത അപ്പോസ്തലനായ പൗലോസ്, ബൈബിൾ വെളിപ്പെടുത്തുന്ന പൗലോസ്, അവനെ കർത്താവ് പിടിച്ചു. അവൻ കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കുന്നവനായി തീർന്നു. പ്രിയമുള്ളവരെ, ഞങ്ങൾക്കും ഒരു പൂർവ്വകാലമുണ്ടായിരുന്നു. ഞങ്ങൾ ഈ കർത്താവിനെ ദ്വേഷിച്ചുകൊണ്ട് ജീവിച്ചിരുന്നവരായിരുന്നു. ഈ കർത്താവിനെ അറിയാതെ ജീവിച്ചിരുന്നവരായിരുന്നു. ഞങ്ങളുടേതായിട്ടുള്ള ഇഷ്ടങ്ങളിൽ ജീവിച്ചിരുന്നവരായിരുന്നു. എന്നാൽ ഈ കർത്താവിനാൽ പിടിക്കപ്പെട്ടപ്പോൾ ഇന്ന് ഞങ്ങൾ കർത്താവിനെ പ്രസംഗിക്കുന്നവരായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. എത്രയോ അനുഗ്രഹീതമായ അവസ്ഥയിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. നമുക്ക് വേണ്ടി ആ നിലയിൽ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് കാൽവരിയിൽ ക്രൂശിൽ കർത്താവ് മരിച്ചതായിട്ട് നാം കേട്ടുവല്ലോ. ആ കർത്താവിനെ ക്രൂശിച്ച ഗോൽഗോഥയുടെ മലമുകളിൽ അവനോടുകൂടി വേറെ 2 കള്ളന്മാരെ കൂടെ ക്രൂശിച്ചിരുന്നു. അവിടെ നിന്ന് 2 വഴികൾ ഉത്ഭവിക്കുക. അവിടെ രണ്ടുപേരും കർത്താവിനെ നിന്ദിച്ചു. നീ ദൈവമെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക, ഞങ്ങളെ രക്ഷിക്കുക. എന്നാൽ ഒരുവന് മാനസാന്തരം വന്നു. അവൻ പറഞ്ഞു, നാം ന്യായമായിട്ടുള്ളതാണ് അനുഭവിക്കുന്നത്, ഇവനോ അരുതാത്തൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞ ബാക്കി പ്രകാരമാണ്: യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ. കർത്താവിന്റെ മറുപടി എന്താണെന്ന് അറിയാമോ? നീ എന്ന് അവൻ മരിക്കും. അടുത്ത ചില സമയങ്ങൾക്കുള്ളിൽ അവൻ മരിക്കും. എന്നാൽ അവനോട് കർത്താവ് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പരദീസായിലിരിക്കും. പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ഈ ശബ്ദം ഗൗരവത്തോടുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ, അതിനോട് നിങ്ങൾ മനസ്സ് കാണിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ഈ മാർഗത്തിലേക്ക് വരിക. കർത്താവ് നിങ്ങളെ രക്ഷിക്കും. ഒരു മതത്തിലും ചേരേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ആത്മരക്ഷയ്ക്കായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നിവർത്തിക്കുക. ഇല്ല എങ്കിൽ നിത്യത മുഴുവൻ സ്വർഗത്തിൽ കഴിയേണ്ട സ്ഥാനത്ത് നിത്യത മുഴുവൻ നിങ്ങൾ നരകത്ത് കുഴിയിലാണ് കഴിയേണ്ടി വന്നാൽ അത് എത്രയോ ശോചനീയമാണ്. അവിടുത്തെ തീ കെടുന്നില്ല, അവിടുത്തെ പുഴു ചാകുന്നില്ല, അവിടുത്തെ കരച്ചിലും പല്ലുകടിയുമാണ് ഉള്ളത് എന്നുള്ളതാണ് തിരുവഴുത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നത്. അതുകൊണ്ട് എന്റെ മാന്യ ശ്രോതാക്കളെ, ഞങ്ങൾ നിങ്ങളോട് വളരെ വിനീതമായിട്ടും വളരെ സ്നേഹത്തോടുകൂടിയും നിങ്ങൾക്കോട് പറയുവാനായിട്ടുള്ളത്, നിങ്ങൾ ആ വഴി തെരഞ്ഞെടുക്കരുത്. നിങ്ങളുടെ മൗനം ഒരുപക്ഷെ അതുപോലെ തീരുമാനമാണ് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. കാരണം സത്യമാണെന്ന് മനസ്സിലായി. പക്ഷെ ഇതൊക്കെ ഇവരുടെ ചെയ്യുന്ന പരിപാടികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ മൗനവും നിങ്ങളെ കൊണ്ടു ചെന്നെത്തിയിരിക്കുന്നത് നിത്യനാശത്തിലേക്കായിരിക്കും, നിത്യനരകത്തിലേക്കായിരിക്കും എന്നുള്ള ആ കാര്യത്തെ നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഇപ്പോഴാകുന്ന സുപ്രസാദകാലം, ഇപ്പോഴാകുന്ന രക്ഷാദിവസം സർവ്വജനത്തിനും വേണ്ടിയിട്ട്
സൗജന്യമായി ഒരുക്കിയിരിക്കുന്ന ഈ രക്ഷാ പദ്ധതികൾ, ഈ രക്ഷാമാർഗത്തിൽ നിങ്ങൾ വിശ്വാസമുള്ളവരായി ജീവിതത്തിൽ കർത്താവിന്റെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ച് നിങ്ങൾ മക്കളായി തീരുവാനായിട്ട് ഞങ്ങൾ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. തിരുവഴുത്ത് വളരെ വ്യക്തമായിട്ട് പ്രകാരം പറയുന്നു, യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റുപറയും, ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് നീ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടും. പ്രിയമുള്ളവരെ, ഇതൊരു ക്രിസ്ത്യാനികളുടെ സന്ദേശമല്ല. ലോകത്തിൽ സകല മനുഷ്യർക്കും വേണ്ടിയുള്ള ഈ സന്ദേശം, ഈ സ്നേഹത്തിന്റെ സന്ദേശം, ഈ രക്ഷയുടെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ആ കർത്താവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം സമർപ്പിച്ച് ഈ ലോകത്തിൽ ദൈവമുള്ളവരായിട്ട് ജീവിച്ച് മരണാനന്തരം നിങ്ങൾ കർത്താവിനോടുകൂടി ആയിരിക്കുമെന്നുള്ള ആ ഉറപ്പോടുകൂടെ നിങ്ങളുടെ ഈ ജീവിതയാത്ര മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ വാക്കുകളെ ശ്രദ്ധിച്ച എല്ലാ കേൾവിക്കാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ഞങ്ങളെ ശ്രമിച്ച എല്ലാവർക്കുമുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. യോഗം ഇവിടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയും ദൈവം അനുവദിക്കുകയാണെങ്കിൽ ചില മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഒരിക്കൽ കൂടി വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ലഘുലേഖകൾ ലഭിച്ചവരും ഇത് കേട്ടവരും ഒരു പരിചിന്തനം നടത്തി ദൈവത്തിൽ വിശ്വസിക്കണമേ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ബഹുമാനരായിരിക്കുന്ന ചെറിയാൻ അങ്കിൾ മുന്നോട്ട് വന്ന് ഒരു വാക്ക് പ്രാർത്ഥിച്ച് യോഗത്തെ അവസാനിപ്പിക്കാൻ കേട്ട എല്ലാവർക്കുമുള്ള നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുകയാണ്. സ്വർഗസ്വനാകുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ അനുഗ്രഹം ഈ ദേശത്തിന്മേൽ ഇന്ന് പകർന്നുകൊണ്ട് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. സുവിശേഷം മുഖാന്തരം കർത്താവെ ഈ ദേശത്തെ അവിടുന്ന് അനുഗ്രഹിച്ചു. സുവിശേഷം മുൻപ് കേട്ടിട്ടുള്ളവർ രക്ഷയെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്ഷയെ സ്വീകരിക്കാത്തവർ പലരും ഈ ദേശത്തുണ്ടായിരിക്കും എന്ന് ഞങ്ങൾ കരുതുകയാണ്. സുവിശേഷം കേൾക്കാതെ കർത്താവെ തങ്ങളുടെ ജീവിതത്തിൽ നാളുകളെ വ്യർത്ഥമാക്കി തീർത്ത ഞങ്ങളുടെ പ്രിയ സ്നേഹിതന്മാരും ഇവിടെയുണ്ട് എന്ന് ഞങ്ങൾ കരുതുകയാണ്. ഇന്ന് കർത്താവെ ഇവിടെ പ്രസംഗിച്ച സുവിശേഷം മുഖാന്തരം നിന്റെ സ്നേഹം കാണുവാൻ അവിടുന്ന് ഇടയാക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം സ്നേഹമാണ്, ദൈവം സ്നേഹമാണ്, ദൈവം സത്യമാണ്. ആ സത്യം വിളിച്ചോതുവാൻ തക്കവണ്ണം ഇന്ന് നിന്റെ ദാസന് കർത്താവെ ഇടയാക്കിയതോർത്ത് സ്തോത്രം. മാത്രമല്ല കർത്താവെ, ഒരു ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുവാൻ പോവുകയാണ്. ഇന്നുള്ള രാജ്യങ്ങൾക്ക് കർത്താവെ സമാധാനമില്ല, യുദ്ധവും ശുദ്ധശ്രുതികളും ഞങ്ങൾ കേൾക്കുകയാണ്. കർത്താവെ, ഭയപ്പെടുത്തുന്ന അനേക കാര്യങ്ങൾ ഇന്ന് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ കർത്താവെ, അവിടുത്തെ സമാധാനം ഈ ലോകത്തെ വരുവാൻ പോകുന്നു. കർത്താവായ യേശുക്രിസ്തു രാജാവായിട്ട് ഈ ലോകത്തിൽ ഭരണമേൽക്കുവാൻ പോവുകയാണ് എന്നുള്ള സത്യം ഞങ്ങൾ ഓർക്കുകയാണ്. കർത്താവെ, ദൈവത്തിന്റെ രാജ്യം ഭക്ഷണമോ പാനീയവുമല്ല, അത് സമാധാനമാണ്. കർത്താവെ, ആ സമാധാനം ഈ ലോകത്തിന്മേൽ പകരണം. പ്രത്യേകിച്ച് ഈ ദേശത്തുള്ളവരുടെ മേൽ അവിടുത്തെ അനുഗ്രഹവും സമാധാനവും കൊടുക്കണം. ഇവിടെ ജോലി ചെയ്യുന്നവരുടെ കർത്താവെ, ദൈവമേ, അവരുടെ വ്യാപാരത്തെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണം. സുവിശേഷം കേട്ടിട്ട് അനേകർ ഇതുവഴിയായിട്ട് കടന്നുപോയിട്ടുണ്ട്. കർത്താവെ, അവർ കേട്ട ആ ചിറവാക്കുകൾ അവരുടെ ഹൃദയത്തിൽ പ്രതിഫലിക്കുവാൻ തക്കവണ്ണം, അത് രക്ഷയിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ഇടയാകണം എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ സുവിശേഷത്തിന്റെ പ്രതികൾ ഇവിടെ ഞങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. അത് വായിച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ അറിയുവാൻ തക്കവണ്ണം, അവനൊരുക്കിയ രക്ഷയെ സ്വീകരിപ്പാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് കനിയുമാറാകണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഗോചരവും അഗോചരവുമാകുന്ന എല്ലാ സൃഷ്ടിക്കും കാരണഭൂതൻ അവിടുന്നാണ്. മനുഷ്യനെയും അവിടുന്ന് സൃഷ്ടിച്ചുവല്ല കർത്താവെ. അവൻ പാപത്തിൽ വീണപ്പോൾ ഒരു രക്ഷ ഒരുക്കി കൊടുത്തു. ആ രക്ഷ കർത്താവായ യേശു ക്രിസ്തു എന്ന വ്യക്തിയാണ് എന്നുള്ളത് ഞങ്ങൾ ഓർക്കുകയാണ്. അത് ഞങ്ങളുടെ സുവിശേഷമായിട്ട് ഇന്ന് പ്രസംഗിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ദേശത്ത് ഉയർത്തുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കി. കർത്താവെ, കേട്ട വചനങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. എല്ലാ സമാധാനത്തോടെയും കർത്താവെ ഈ ദേശത്തെ കാത്ത് സൂക്ഷിക്കണം. ഈ സുവിശേഷം സംസാരിച്ചിട്ട് ഞങ്ങളും ഇവിടെ നിന്ന് കടന്നു പോകുന്നു. വരും ദിവസങ്ങളിൽ ഞങ്ങളോടും കൂടെ ഇരിക്കുമാറാകണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം. സ്വർഗീയ പിതാവേ, ആമേൻ.